കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയരക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നത് എന്നും എൻ്റെ മേൽവിലാസവും. കെ സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആ പറഞ്ഞത് സത്യവുമാണ്. കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയമാണ് കണ്ണൂരെങ്കിൽ ആ ഹൃദയത്തിൽ കോൺഗ്രസിന്റെ നെഞ്ചിടിപ്പാണ് കെ സുധാകരൻ. സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായ സമയത്ത് സിറ്റിംഗ് എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. അതോടെയാണ് സുധാകരൻ തനിക്കായി തുറന്ന യുദ്ധം തുടങ്ങിയത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് പാർട്ടിയുടെ വഴി, എനിക്ക് എന്റെ വഴിയെന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മുന്നറിയിപ്പാണ്. ഇനിയൊരു തോൽവി പാടില്ലെന്ന് നിർബന്ധമുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുമ്പ് ഭാവി വ്യക്തമാക്കുന്ന മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിനു മുന്നിൽ ഏത് ഹൈക്കമാൻഡും വീഴുമെന്ന് രാഷ്ട്രീയത്തിന്റെ പൾസറിയുന്ന കേസിന് നന്നായി അറിയാം. മൂന്ന് തവണ MLA, ഇടക്കാലത്ത് വനം വകുപ്പ് മന്ത്രി, 3 വട്ടം കണ്ണൂരിൽ നിന്നുള്ള MP, 4 കൊല്ലം KPCC പ്രസിഡന്റ്. ആയുസിന്റെ ഭൂരിഭാഗവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരളത്തിനുമായി പ്രവർത്തിക്കുകയും പദവികൾ വഹിക്കുകയും ചെയ്ത നേതാവിന് വീണ്ടും നിയമസഭാമോഹമുദിക്കാൻ കാരണമെന്താകും? പാർലമെന്റിൽ അംഗമായിരിക്കെ തന്നെ നിയമസഭയിലേക്ക് വരാൻ താൽപ്പര്യപ്പെടുന്നത് കേവലം ഒരു പദവി മോഹം എന്നതിലുപരി കൃത്യമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടാകാം. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അധികാരം പിടിച്ചെടുക്കുക എന്നത് അതിപ്രധാനം. കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തനായ മുതിർന്ന നേതാവെന്ന നിലയിൽ സുധാകരന് സംസ്ഥാന ഭരണത്തിൽ നേരിട്ടിടപെടാൻ നിയമസഭാംഗത്വം അത്യാവശ്യവുമാണ്. അധികാരത്തിന്റെ കാര്യത്തിൽ ലോക്സഭയേക്കാൾ ഒരു സംസ്ഥാന നേതാവിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് നിയമസഭയിലാണ്. MP എന്ന നിലയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനേക്കാൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാകും. ഗ്രൂപ്പ് രാഷ്ട്രീയം കുത്തിനിറഞ്ഞ കോൺഗ്രസിൽ സ്വന്തമായി പക്ഷമുള്ള നേതാവാണ് സുധാകരൻ. വലിയൊരു പിന്തുണയുണ്ട് അയാൾക്ക്. അത് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച നാൾ മുതൽ അയാൾ ആർജിച്ചെടുത്തതാണ്. കണ്ണൂരിൽ രാഷ്ട്രീയ ശത്രുക്കളോട് ഇടിച്ചു നിൽക്കാൻ വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, വാക്കിന് വാക്ക് എന്ന രീതി കെട്ടിപ്പടുത്തത് KS ആണ്. ആ രീതി കോൺഗ്രസിന്റെ യുവജന സംഘടനകൾക്കിടയിലും അനുഭാവികളായ യുവാക്കൾക്കിടയിലും ഒരു മാസ് ഹീറോ പരിവേഷം അദ്ദേഹത്തിന് നേടിക്കൊടുത്തിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ സർക്കാർ രൂപീകരണ വേളയിൽ കണ്ണൂരിൽ നിന്ന് ജയിച്ചു വന്ന തന്റെ വാക്കിന് കൂടുതൽ കരുത്ത് ലഭിക്കുമെന്ന് സുധാകരൻ കണക്കുകൂട്ടുന്നതും ഇതുകൊണ്ടാണ്. തനിക്ക് പിന്നിൽ ഒരു വലിയ ജനവിഭാഗവും അണികളുമുണ്ടെന്ന് തെളിയിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രം കൂടിയാകാം ഇത്. രാഷ്ട്രീയത്തിൽ 79 വയസ്സെന്നത് തടസ്സമല്ല. ഇന്ത്യയിൽ ഈ പ്രായത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന ആദ്യത്തെയോ അവസാനത്തെയോ നേതാവുമല്ല കെ സുധാകരൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ സമയം രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായക ഘട്ടമാണ്. സംസ്ഥാന ഭരണത്തിൽ ഒരു കൈ നോക്കി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക എന്നത് പല മുതിർന്ന നേതാക്കളുടെയും ആഗ്രഹമാണ്. പ്രായത്തിന്റെ അവശതകളുണ്ടെങ്കിലും അണികൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ആവേശം നിലനിർത്താൻ സജീവ രാഷ്ട്രീയത്തിൽ തുടരേണ്ടത് ആവശ്യമാണെന്ന് സുധാകരൻ കരുതുന്നുണ്ടാകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് കരുത്തരായ സ്ഥാനാർത്ഥികളെ ആവശ്യമായിരുന്നു. കണ്ണൂർ പോലെ ഒരു മണ്ഡലത്തിൽ സുധാകരനെ പോലെയുള്ള ഒരു ജനകീയ നേതാവ് മത്സരിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ശബ്ദമായ സുധാകരന് നിയമസഭ എന്നത് സ്വന്തം ആവശ്യമാണ്. രാഷ്ട്രീയ ജീവിതത്തിന്റെ സമാപ്തി കുറിക്കുന്നതിനു മുൻപ് കേരള ഭരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കണമെന്ന ആഗ്രഹമാകാം ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെ പ്രേരണ.